ഗായ്സ്, വെൽക്കം ബാക്ക് ടു മെഹനു ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നത്, എനിക്ക് കുറച്ച് പ്രൊഡക്ട്സ് വന്നിട്ടുണ്ട്. ഫേസസ് കാനഡയുടെ ഓർഡർ ചെയ്തത് ഇപ്പോഴാണ് വരുന്നത്. അപ്പോൾ ഞാൻ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാമെന്ന് ഓർത്ത്. പിന്നെ അതിൻ്റെ റേറ്റും അതിൻ്റെ ഇപ്പോൾ ലിപ്സ്റ്റിക് ആണെങ്കിൽ അതിൻ്റെ ഷെയ്ഡ് ഏതാണെന്ന് ഞാൻ സൈഡിൽ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്ന് വെച്ച് പരിചയപ്പെടാം. അതുകൊണ്ട് ഞാൻ നോർമലി മേക്കപ്പ് ഇടലില്ല, പക്ഷേ ലിപ്സ്റ്റിക് ഇടാണ്ട് ഞാൻ വരാറുമില്ല. എന്തെങ്കിലും ഷോർട്സ് ഒക്കെ എടുക്കാനാണെങ്കിൽ ലിപ്സ്റ്റിക് ഇടാണ്ട് ഞാൻ വന്നിരിക്കും. ഇങ്ങനത്തെ വീഡിയോക്കൊക്കെ ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ടൊക്കെ ഇരിക്കാറ്. ലിപ്സ്റ്റിക്ക് മുഖ്യം മികില എന്നുള്ള രീതിയിലാണ് ലിപ്സ്റ്റിക്ക് ഇടാറുണ്ട്. ലിപ്സ്റ്റിക്കാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കോസ്മെറ്റിക്സിൽ ലിപ്സ്റ്റിക്ക് എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ ഞാനപ്പോൾ പ്രൊഡക്ട്സ് കാണിക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കണം എന്താണെന്ന് വെച്ചെങ്കിൽ, നമുക്ക് ഓരോ പ്രൊഡക്ട്സ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഇരുന്നേക്കണേ. അപ്പോൾ ഇന്നലെ ഷുഗർ ഫിൽസിൻ്റെ ഒരു ഇനാഗുറേഷൻ ഉണ്ടായിരുന്നു കലൂർ. ഈ വീഡിയോ ഇപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യണം എന്താണെന്നറിയില്ല. 17th ഇനാഗുറേഷൻ. ഇന്നിപ്പോൾ 18th. കൊച്ചു പറയണേ. അപ്പോൾ അവരുടെ ഒരു പെട്ടിയാട്ടോ ഇത്. അപ്പോൾ പെട്ടീനകത്ത് വെച്ചെന്ന് പറഞ്ഞാൽ കുറച്ച് ഷെയർമേഡാവട്ടെ. ഇതാ പെട്ടി നല്ലയില്ലേ. അപ്പോൾ ഇതിനകത്ത് വേറെ സാധനങ്ങളൊക്കെ മാറ്റി, ക്രിസ്മസിൻ്റെ ഒരു ഇതിനകത്ത് ഞാൻ പ്രൊഡക്ട്സുകൾ ഇട്ട് വെച്ചേക്കണം. എല്ലാം പൊട്ടിച്ചു കേട്ടോ. പക്ഷെ ഇതിലൊരു നെഗറ്റീവ് എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ പറയാം. അപ്പോൾ നമുക്ക് ഓരോ പ്രൊഡക്ട്സ് വെച്ച് കാണാം. ആകെയുള്ളൊരു ടേബിളിൽ കുറേ സാധനങ്ങളില്ല. സോ നമുക്ക് അങ്ങനെ ഇങ്ങനെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോർമലി ക്ലെൻസ് ചെയ്തിട്ട് ടോണർ ഇട്ടിട്ടില്ല മോയ്സ്ചറൈസർ ഇടുക. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരുന്നത് കൊണ്ട് നമുക്ക് ഫസ്റ്റ് തന്നെ ഫിക്സറാണ് മോയ്സ്ചറൈസർ. ഫേസസ് കാനഡയുടെ മോയ്സ്ചറൈസറാണ്. മോയ്സ്ചറൈസർ പെട്ടി ഉണ്ടായില്ല, എല്ലാം പെട്ടിയിലായിരുന്നത്. ഞാനെല്ലാം പുറത്തേക്ക് ഇട്ടുകൊണ്ട് ഇത് സ്റ്റോപ്പ് ചെയ്തു. ഇതാണ് മോയ്സ്ചറൈസറുടെ പെട്ടി വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്ന് ഇട്ടിട്ട് കാണിക്കാം. പ്രത്യേകിച്ച് മണമൊന്നുമില്ല. അവൻ എണീച്ചോന്ന് അറിയാൻ വേണ്ടിയിട്ട് അവൻ്റെ കാലിൽ തള ഇട്ടിട്ടുണ്ട്. അപ്പോൾ കിലുങ്ങുമ്പോൾ എനിക്കറിയാം. അപ്പോൾ മോയ്സ്ചറൈസർ കുറച്ചെടുക്കാം. അങ്ങനെ സാധനങ്ങൾ തീർക്കരുതല്ലോ. കാരണം ഇപ്പം ഞാൻ എവിടെയും പോണില്ല. PG പോയി എവിടെയും പോണില്ല. കുറച്ച് യൂസ് ചെയ്യാം. കാരണം ഞാൻ വേറൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഇത് എടുക്കാമെന്ന് വിചാരിച്ച് ചെയ്യുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഞാൻ കാണിച്ചു തരണ്ടേ. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കുറച്ചേ എടുക്കുന്നുള്ളൂ. സാധാരണ വെയിലത്തൊക്കെ പോകുമ്പോൾ ഞാൻ നല്ലോണം എടുക്കും. പക്ഷെ ഇപ്പം ഇത് വെറുതെ ഒരു യൂസിനാണല്ലോ അല്ലേ എന്ന് ആയതുകൊണ്ടാട്ടോ ഞാൻ കുറച്ചെടുക്കുന്നത്. ഫാൻ ഇട്ടിട്ടില്ല, കാരണം ഫാൻ ഇട്ടെങ്കിൽ എൻ്റെ സൗണ്ട് അധികം കേൾക്കില്ല. ഞാൻ ഇതിൻ്റെ മുകളിൽ പില്ലോ ഒക്കെ വെച്ചേക്കാം. കാരണം എനിക്ക് ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു പണിയാണ്. ഇങ്ങനെ തന്നെ ഇരുന്നിട്ട് കുറച്ച് കയറിയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഫേസ് ആണല്ലോ. ഞാൻ കുറച്ച് അകന്ന് പോയ പോലെ. ഓക്കെ, മോയ്സ്ചറൈസർ ജസ്റ്റ് ഇങ്ങനെ ഉണങ്ങുമ്പോഴേക്കും സൺസ്ക്രീൻ ഇട്ട് കൊടുക്കാം. പക്ഷെ ഇപ്പം ഞാൻ പുറത്തേക്ക് പോകുന്നില്ലാത്തത് കൊണ്ട് സൺസ്ക്രീൻ ഇടുന്നില്ല. സൺസ്ക്രീൻ ഇതാണ് ഞാൻ ഓർഡർ ചെയ്തത്. SPF 50+++, PA+++++. എന്താ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ സെയിൽ കൊടുക്കുന്നതായിരിക്കും. ഹൈഡ്രോളിക് ആസിഡ് ഇത് ഞാൻ ഇന്നലെ ഇട്ടായിരുന്നു പോയപ്പോൾ. ഇന്നലെ പോയപ്പോൾ ഇത് സാധനം വന്നു. അപ്പം തന്നെ ഞാൻ യൂസ് ചെയ്തു കേട്ടോ. പിന്നെ നെക്സ്റ്റ് നമുക്ക് ഇടേണ്ടത് നമുക്ക് സ്ട്രോബ് ക്രീം ഉണ്ട്. ഇത് സ്ട്രോബ് ക്രീമും മേക്കപ്പ് ഫിക്സറും കൂടി കോംബോ ആയിരുന്നു കേട്ടോ. ഇത് രണ്ടും കൂടിയുള്ള കോംബോ പ്രൈസ് ഞാൻ അവിടെ കൊടുക്കാം. ഇത് കോംബോ ആയിരുന്നു. സ്ട്രോബ് ക്രീം വേണമെങ്കിൽ ഫൗണ്ടേഷൻ ഇടുന്നതിന് മുന്നേ നമുക്ക് മുഖത്ത് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം, കുറച്ച് ഗ്ലോക്ക് വേണ്ടിയിട്ട്. ഞാൻ ഇപ്പം അങ്ങനെ ഇടുന്നില്ല, കാരണം നിങ്ങൾക്ക് ഞാൻ ഇനിയും പറഞ്ഞ് മടുപ്പിക്കുന്നില്ല. ഞാൻ പുറത്തു പോകുന്നില്ല. പിന്നെ നമുക്ക് കണ്ണിൻ്റെ അടിയിലൊക്കെ കറുത്ത് ഇതുള്ളവരാണ്, ഉറക്കം കുറവുള്ളവരാണെന്നുള്ളവർക്കൊക്കെ കൺസീലർ. ഇത് ഞാൻ ഇന്നലെ തുറന്നു, പക്ഷെ ഉപയോഗിച്ചില്ല. കൺസീലർ എനിക്ക് അത്ര ആവശ്യമുണ്ടെന്ന് ചോദിച്ചാൽ ആവശ്യമില്ല. അധികം ബ്ലാക്കായിട്ടില്ല. ഞാൻ അങ്ങനെ ഉറങ്ങാത്തൊരാളല്ല. ഓക്കെ, എന്നാലും നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. എനിക്ക് മേക്കപ്പ് ഇടാൻ അറിയുന്ന ഒരാളൊന്നുമല്ല കേട്ടോ. എനിക്കങ്ങനെ മേക്കപ്പ് ഇടാനൊന്നും അറിയില്ല. കാരണം ഞാൻ മോയ്സ്ചറൈസർ, സൺസ്ക്രീന്, ലിപ്സ്റ്റിക്ക് ഇടുന്ന ഒരാളാണ്. ഒന്നെങ്കിൽ ചിലപ്പോൾ BB ക്രീം ഇട്ടാലായി, അല്ലാതെ ഫൗണ്ടേഷൻ അങ്ങനത്തെ പുട്ടിയിടുന്ന ആളല്ല. ബട്ട് ഞാൻ ഇന്നലെ പുട്ടിയിട്ട് മീൻസ് കുറച്ചിട്ടുള്ളൂ.
നമുക്ക് ഇതിട്ട് നോക്കാം. ഇങ്ങനെയൊക്കെ തോന്നുന്നു ഇടാം. എവിടേക്കാണോ ഡാർക്ക് ഉള്ളത് അവിടേക്ക് ഇടാം. എനിക്ക് കണ്ണിൻ്റെ ഇടയിൽ അങ്ങനെയൊന്നും ഇല്ല തോന്നണോ. ഫോട്ടോ എടുത്തോട്ടെ. തമ്മിൽ കേട്ടാലോ. കുഴപ്പമില്ല. നിങ്ങൾ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഏറ്റവും നല്ല പ്രൊഡക്റ്റ് ഏതൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. കുറേ പേരൊന്നും ഇതൊന്നും യൂസ് ചെയ്യാത്തവരായിരിക്കും. ഞാനിങ്ങനെ യൂസ് ചെയ്യുന്ന ഒരാളൊന്നും അല്ലായിരുന്നു. ഇങ്ങനെ ചെയ്തു ഇതിട്ട് തന്നെ ഒരു കുട്ടി ലുക്ക്. ഇനി നമുക്ക് സ്ട്രോക്ക് ക്രീമും കൊടുക്കട്ടെ. നെക്സ്റ്റ് ഫൗണ്ടേഷൻ കാണിക്കുക. 3-in-1 ഫൗണ്ടേഷൻ. ഇതിൻ്റെ റേറ്റ് കൊടുക്കാം. കാരണം ചിലപ്പോൾ ഇതിൽ കൊടുക്കുന്ന എക്സാക്ട് റേറ്റ് ആയിരിക്കില്ല, മേ ബി അതിൽ. ഓക്കെ, ഇതിൽ 599 കാണിക്കുന്നത്. ഞാൻ ഓർഡർ ചെയ്ത റേറ്റ് ഞാൻ കാണിക്കാം. അപ്പോൾ നമുക്കിനി കണ്ടു പോവുകയാണ്. സ്ട്രോക്ക് ക്രീം മുഖ്യം. സ്ട്രോക്ക് ക്രീം ഞാൻ യൂസ് ചെയ്തുകൊണ്ടായി. ഇതല്ല, ഇതിപ്പോൾ ഫസ്റ്റ് ടൈം വാങ്ങിച്ചത് NYBൻ്റെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് സ്ട്രോക്ക് ക്രീമും. ഇത് പിങ്ക് സ്ട്രോക്ക് ക്രീമാട്ടോ. ഇതൊരു പിങ്ക് ഷെയ്ഡാണ്. കുറേ ഷെയ്ഡുണ്ട്, പീച്ച് അങ്ങനത്തെ ഒക്കെ നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ കോംബോ എടുത്തതെങ്കിൽ കോംബോ ലാഭം. എനിക്ക് എന്നെ കണ്ടിട്ട് ഇതാണ് ഫൗണ്ടേഷൻ വേണ്ടത്. കൊച്ചു മതി. നമ്മൾ ആയിരിക്കും കുറേ ഫൗണ്ടേഷൻ ഇട്ടാല മുഖം നല്ല ഇതാവാന്ന്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ കുറച്ചിട്ടാൽ മതി. ഇതിപ്പോൾ അധികമായി തോന്നുന്നു. അധികമായി. ഇന്നലെ ധൃതി പിടിച്ചാൽ പോയത്. അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഇടുമ്പോൾ ഫേസിൽ മാത്രമല്ല കഴുത്തിലൊക്കെ ഇടാൻ നോക്കണം. കാരണം അല്ലെങ്കിൽ രണ്ടും പോലെ ഇരിക്കും. എനിക്കെങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ എൻ്റെ ഫേസിന് കളറുണ്ട്, പക്ഷേ എൻ്റെ കൈക്ക് കളർ കുറവാണ്. കൈക്ക് കളർ കുറവ്. കയ്യിലൊക്കെ കളർ കുറവാണെങ്കിൽ കുറച്ച് കയ്യിലൊക്കെ ഇട്ട് കൊടുക്കുക. എടുത്തത് കൂടിപ്പോയി അങ്ങനെയൊക്കെ ചെയ്യാം. ഇപ്പം ഞാൻ എടുത്തത് കൂടിപ്പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ പുറത്ത് പോകാനുള്ളതേ കൊണ്ട് ഞാൻ പറഞ്ഞ പോലെ എടുപ്പിക്കുന്നില്ല. ഇത് കിളവിയായോ? ഞാൻ പറഞ്ഞില്ല, എനിക്ക് അങ്ങനെ പുട്ടി ഇടുന്ന ഒരാളല്ല ഞാൻ. BB ക്രീം എന്നൊക്കെ പറഞ്ഞെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ ഒരു കളറിൽ തന്നെ വരാം പുട്ടി. കുറച്ച് കഴുത്തിലൊക്കെ ഇട്ട് കൊടുക്കാം. ഭയങ്കര വെളുപ്പം. ഞാൻ ഷെയ്ഡ് നോക്കി എടുത്തത് കറക്റ്റാണോ ഇല്ലോ എന്ന് എനിക്കറിയില്ല. ഓൺലൈനിൽ ഓർഡർ ചെയ്യും. എന്ത് സൗണ്ട്? ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തതുകൊണ്ട് എനിക്ക് കളർ എടുത്തേക്കുന്നത് കറക്റ്റ് ആണോ എന്നൊന്നും അറിയില്ല. നമ്മളിപ്പോഴുള്ള ലുക്ക് നോക്കണ്ട, കുറച്ച് കഴിയുമ്പോൾ ഇത് അങ്ങോട്ട് അബ്സോർബ് ആവും ഗൈസ്. ഓക്കെ, ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ മേക്കപ്പൊക്കെ പഠിച്ച് വലിയ ആർട്ടിസ്റ്റാണ്. നമുക്ക് സ്ട്രോക്ക് ക്രീം ഗ്ലോക്ക് വേണ്ടിയിട്ട് ഇവിടേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ എടുക്കുന്നില്ല, വെറുതെ തീർന്നു പോവും. പിന്നെ ഐലൈനർ. ഈ ഒരു ഇതിലാണ് ഐലൈനർ വന്നത്. ഐലൈനർ വാങ്ങിച്ചപ്പോൾ വേണ്ടാന്ന് തോന്നിപ്പോയി. കാരണം ബ്രഷ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. എല്ലാവർക്കും എങ്ങനെയാണോ ഓരോരുത്തരുടെ ഇതുണ്ടാവില്ല. ഞാൻ പ്ലമ്മിൻ്റെ യൂസ് ചെയ്തോണ്ടിരുന്നത്. ഇതെനിക്കെന്തോ പിടിക്കാനൊന്നും കംഫർട്ട് ഇട്ടില്ല. എങ്കിലും ഞാൻ ഇട്ട് കാണിക്കുന്നതാണ്. കുറേ പേര് ചോദിച്ചിട്ട് എങ്ങനെ ഐലൈനർ ഇട്ടുണ്ടെന്ന്. അല്ലാ, മതിപ്പാ. ഇന്നലെ തന്നെ ഇപ്പോഴും ഉണ്ടല്ലോ. മതി. രണ്ടായി എന്തോ. എനിക്ക് ഫോണിൽ നോക്കിയിട്ട് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ ഗൈസ്, പിന്നെ എനിക്ക് ഇവിടെ ഷാഡോ പാലറ്റ്. ഇതിൻ്റെ റേറ്റ് ഞാൻ അവിടെ കൊടുക്കാം.
ഇതാണ് എനിക്ക് ഏറ്റവും ഫ്ലോപ്പായിട്ട് തോന്നിയത്. ഫ്ലോപ്പല്ല, റേറ്റ് 999 ആണ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് ഞാൻ മറക്കില്ല. ഇതിൽ ഏറ്റവും കൂടുതൽ റേറ്റ് വരുന്നതാണ് ഇത്. സാധനം വന്നപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഞാനപ്പോൾ അവർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ അവരെന്തോ റിട്ടേൺ ചെയ്യാനെന്തോ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ എനിക്ക് അറിയില്ല, മേ ബി ഡെലിവറിയുടെ ടൈമിൽ പറ്റിയതാണോ എന്ന് എനിക്കറിയില്ല. മീൻസ് വണ്ടിയിൽ തട്ടിമുട്ടിയൊക്കെയില്ല, പക്ഷേ കാർഡ്ബോർഡ് ഫുള്ള് പൊതിഞ്ഞിട്ട് സാധനം വന്നത്. അപ്പോൾ ഇത് ഓപ്പണിങ്ങിൽ തന്നെ ഇങ്ങനെയായിരുന്നു. ഞാൻ ഓപ്പൺ വീഡിയോ എടുത്തായിരുന്നു കേട്ടോ. ഓപ്പണിങ്ങിൽ തന്നെ ഇങ്ങനെയാണ് വന്നത്. എനിക്ക് സാധനങ്ങൾ ഇങ്ങനത്തെ വന്നാൽ പിന്നെ തുറക്കാതിരിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ഇതുള്ള ആളാണ് ഞാൻ. അപ്പോൾ അങ്ങനെയായിരുന്നു കാര്യങ്ങൾ. പിന്നെ ഷോപ്പ് ക്രീമിൻ്റെ പെട്ടിയായിട്ടിരുന്നു. പിന്നെ ഇത് എൻ്റെ അനിയത്തിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചത്. അവൾ ഏവിയേഷൻ പഠിക്കണേ കൊണ്ട് ക്യൂടെക്സ് ഒക്കെ ഇടുന്ന ഒരാളാണ്. അപ്പോൾ അവർക്ക് ഗ്രൂമിങ്ങിനും അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കൊക്കെ ക്യൂടെക്സ് അവർ നോക്കും, ക്യൂടെക്സ് ഉണ്ടോയെന്ന് നോക്കും. സോ അപ്പോൾ അവൾ പറഞ്ഞായിരുന്നു റിമൂവർ വൈപ്സ് ഞാനിങ്ങനെ അവൾക്ക് എൻ്റെ ലിസ്റ്റുകൾ കാണിച്ചു കൊടുത്തപ്പോൾ അതിൽ ഇത് കണ്ടപ്പോൾ അവൾ പറഞ്ഞാൽ ഇതെനിക്ക് തരുമെന്ന് ചോദിച്ചു. ഓക്കേ, അവൾക്ക് വേണ്ടി ഓർഡർ ചെയ്തത്. അത് അവിടെ ചെയ്യുക, അതെനിക്ക് യൂസ്ഫുൾ ഇല്ല. പിന്നെ ഈ ലിപ്സ്റ്റിക്കുകൾ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്കാണ്. ഞാൻ ഇതിന് മുന്നേ ഇതിനെപ്പറ്റി വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷേ ആ വീഡിയോയിൽ ഇതല്ല, ഇതിൻ്റെ തന്നെ വേറൊരു ഫ്ലേവർ വേറൊരു ഷെയ്ഡാണ്. ആ സമയത്ത് ഞാൻ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞത് മാഞ്ഞ് പോകുമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഇന്നലെ ഇതിട്ടു. ലിപ് ബാമിന് പുറമേ ഇട്ടത്. കുറേ പേര് പറഞ്ഞു ലിപ് ബാം ഇട്ടിട്ട് ഇടുത്താന്ന് പറഞ്ഞു. ലിപ് ബാം ഇട്ടിട്ട് ഇതിട്ടിട്ടാകുമ്പില്ലേ സാധനം പോയിട്ടേ ഇല്ല. ഞാൻ ജ്യൂസ് കുടിച്ചു എല്ലാം. ഞാൻ വീട്ടിലെത്തിയിട്ടും അപ്പോഴും ഉണ്ട് ഇതിൻ്റെ ആ ഒരു ഷെയ്ഡ്. ഞാൻ അന്ന് ലിപ് ബാം ഇടാണ്ട് ഇട്ടത്. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം കാണാനുണ്ടായിരുന്നു. അപ്പോൾ ഇതെന്ന് പറയുന്നത് 2 കോംബോ ആണ്. നമുക്ക് കോംബോയിൽ ഏതൊക്കെ ഷെയ്ഡ് വേണമെങ്കിൽ നോക്കാം. അപ്പോൾ അതിൽ 2 കോംബോ ആണിത്. ഇതിൻ്റെ ഫ്ലേവർ വന്നിട്ട് ഒന്ന് ചോക്കോ കൗച്ചർ 01 ആണ്, ഒന്ന് മൗ മാജസ്റ്റി. ഇതിൽ ഞാനിത് ഇന്നലെ ഇട്ടിട്ട് പോയി, കിട്ടില്ല ലിപ്സ്റ്റിക്കാണ്. ഇതിനാ സിംഗിളായിട്ട് ഷോർട്സ് ആയിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ. കാരണം ഇപ്പോൾ ഇതിലിട്ടിട്ട് പിന്നെ ഞാൻ വാങ്ങിച്ച് പിന്നെ അടുത്തിട്ട് പിന്നെ വാങ്ങിച്ച് വെറുതെ ഷോക്കാക്കല്ല. ഇപ്പം ഞാൻ വേണമെങ്കിൽ മൗ മാജസ്റ്റി ഇട്ട് കാണിക്കാം. ഒരെണ്ണം ഇടണമല്ലോ എന്തായാലും. പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു ലിപ്സ്റ്റിക്ക്. ഇത് രണ്ടും സെയിം ഇതന്നെ, ഷെയ്ഡുകൾ വേറെ വേറെ. ഇത് കോംബോ അല്ലാട്ടോ, സെപ്പറേറ്റ് തന്നെ. ഇതിൻ്റെ റേറ്റ് എത്രയാണോ? ഞാൻ റേറ്റൊക്കെ ഇവിടെ കൊടുക്കാം. ഇതിൽ കൊടുക്കുന്നത് 449 ആണ്. അത്രയില്ലാന്ന് തോന്നുന്നു. 449 ഉണ്ടോ എന്ന് തോന്നുന്നു, ഡൗട്ട്. ഇത് ഏതാ ഷെയ്ഡ്? ഫിക്സഡ് ഇറ്റ് ഫോർ യു. എനിക്ക് പിങ്ക് ഷെയ്ഡ് ഇഷ്ടമാണ്. പിങ്ക് മീൻസ് ഭയങ്കര പിങ്കല്ല, ഒരു ന്യൂഡായിട്ടുള്ള പിങ്കാണ്. അതാണെന്ന് തോന്നുന്നു മേ ബി. അല്ലെങ്കിൽ നമുക്ക് ഇതിട്ട് നോക്കിയാലോ? വേണ്ട, പിന്നീട്. ഇത് കുറച്ച് ഫ്ലോപ്പായോ എന്ന് ഡൗട്ട്. ഈ ലിപ്സ്റ്റിക് ഷെയ്ഡ് ഇതാണ്. ഞാൻ അതിൽ നോക്കിയിട്ട് ഞാൻ യൂട്യൂബിലൊക്കെ ഈ ഷെയ്ഡ് നമ്മൾ സെർച്ച് ചെയ്തിട്ട് ആൾക്കാരിട്ട് നോക്കി. അപ്പോൾ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഷെയ്ഡായിരുന്നു. ഇനി ഡാർക്കിൽ ഇടണമെന്ന് എനിക്കറിയില്ല. ഫോർ ദ വിൻ 08 എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. ഇത് കാണുമ്പോൾ നല്ലില്ലേ, പുറത്തുനിന്ന് കാണുമ്പോൾ നല്ലൊരു ന്യൂഡ് ഷെയ്ഡ് പോലുണ്ട്. പക്ഷേ ഇട്ടിട്ടാകുമ്പോൾ റെഡ് കണക്കിനുണ്ട്, അറിയില്ല ഗൈസ്. അപ്പോൾ നമുക്ക് മൗ മാജസ്റ്റി ഇട്ട് നോക്കാം. ഇപ്പോൾ ഇതിലൊന്നും ഇടണമല്ലോ. ലിപ്സ്റ്റിക്കിലാണ് നമ്മുടെ ഫിനിഷിങ് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ എനിക്ക് ഐബ്രോസ് ചെയ്താനുണ്ട്, ഐഷാഡോ ഇടാനുണ്ട്. ഐഷാഡോ ഞാൻ യൂസ് ചെയ്യാത്ത എന്താണെന്ന് വെച്ചെങ്കിൽ അതിപ്പോൾ എനിക്ക് റിട്ടേൺ ചെയ്യണമെങ്കിൽ യൂസ് ചെയ്താൽ ശരിയാവില്ല. പിന്നെ ഐബ്രോസ് ഞാൻ എഴുതലില്ല. പിന്നെ മസ്കാര ഇടണം. മസ്കാര വേറെ അവിടെ ഇരിപ്പുണ്ട്. ഞാൻ പിന്നെ ഈ ബ്രാൻഡിൻ്റെ മാത്രം കാണിച്ചത് കൊണ്ടാട്ടെ ഇത്. ഓക്കെ, ലിപ് ലൈനറൊന്നും ഇടാണ്ടാണ് ഇടുന്നത്. ഇതേതാ മൊമാൻസ്റ്റ് അല്ലേ? കുഴപ്പമില്ല, കുറച്ചിട്ടിട്ടുള്ളൂ കേട്ടോ. അധികം ഇടേണ്ട ആവശ്യമില്ല. തീരണോണ്ടല്ല കേട്ടോ. ലിപ്സ്റ്റിക്കൊക്കെ തീർന്നെങ്കിൽ ഭയങ്കര വിഷമമാണ്. കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം. ബ്ലഷൊന്നും ഞാൻ ഇടാറില്ല ഗൈസ്. അത് ഞാൻ ബ്ലഷ് ഓർഡർ ചെയ്യാനാണ്. ബ്ലഷൊന്നും ഇടുന്ന ആളല്ല ഞാൻ. പക്ഷേ ഈ അടുത്ത് വെറുതെ ഇട്ടിട്ടാകുമ്പോൾ കുഴപ്പമില്ല. പക്ഷെ ആരോ അടിച്ച പോലെ ഇരിക്കും നമ്മുടെ മുഖം. അശ്ശി നോക്കണം. തമ്മിലെടുക്കാലോ.
അപ്പോൾ ഗൈസ് ലിപ്പിലെ ഷെയ്ഡ് നല്ലുണ്ട്. പല്ലിൽ കുറച്ചിട്ടപ്പോൾ നല്ല ഉണ്ട് ഗൈസ്. ഇത് മിറർ നോക്കാണ്ട് മേക്കപ്പ് ചെയ്താട്ടത്, അല്ലാണ്ട് ഇപ്പം ഇങ്ങനെ ഉണ്ടാകുമ്പോൾ എനിക്കൊന്നും അറിയില്ല. ഞാൻ പെട്ടെന്ന് ഒരു ക്ലിപ്പൊക്കെ ഇട്ടിട്ട് വന്നിരിക്കുന്നതാണ്. വേഗം കൊച്ചുറങ്ങുമ്പോഴാണ് എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ സാധനങ്ങൾ വന്നത് ഞാൻ ഇപ്പോൾ എടുത്തില്ലെങ്കിൽ പിന്നെ ഞാൻ എടുക്കലുണ്ടാവില്ല, പിന്നെ അതങ്ങനെ ഇരിക്കും. ഞാൻ ഓർക്കും എനിക്ക് ഇങ്ങനത്തെ പ്രൊഡക്ട്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഓർഡർ ചെയ്യാനും ഇങ്ങനെ കാണിച്ചു തരാനും ഒക്കെ. നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ? മേക്കപ്പ് പ്രൊഡക്ട്സ് ഒക്കെ ഇഷ്ടമാണോ? ചിലരൊന്നും ഇടാറൊന്നുമില്ല. ഞാനും മുന്നൊന്നും ഇടാറൊന്നും ഉണ്ടായില്ല. പിന്നെ അങ്ങനെ ക്ലാസ്സിലൊക്കെ പോയി ഫാഷൻ ഡിസൈനൊക്കെ പോയപ്പോൾ പിന്നെ അങ്ങനെ പതിയെ ഇട്ടതാണ്. അങ്ങനെ കേസ്. പിന്നെന്താ, ഇതിൽ വേറൊന്നുമില്ല. ഇനിയിപ്പോൾ ബൈ ബൈ പറയാം. സമയമാണ്, വിഷമമാവും നിങ്ങളെ കാണാൻ. ഓള വർത്താനം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇനി ഇതുപോലെ പ്രൊഡക്ട്സ് വരാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല ഗൈസ്, സബ്സ്ക്രൈബ് ചെയ്യുക. 500K ആകുമ്പോൾ ഞാനൊരു ഹാമ്പർ സെറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായി. ഷോർട്സായിട്ട് മേ ബി ഇടും. അപ്പോൾ ഒരാൾക്ക് അല്ലെങ്കിൽ രണ്ടാൾക്ക് ഞാൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഗിഫ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ 500 സബ്സ്ക്രൈബ് ആക്കുക. എപ്പോഴാണ് ആവുന്നത് ആ സമയത്തേക്ക് ഞാൻ ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുന്നതായിരിക്കും. ഗേളോ ബോയോ അതാണ് നമുക്ക് പ്രശ്നം. ഗേൾ തന്നെ ആണെങ്കിൽ നമുക്ക് ഗേളിന് വേണ്ടിയിട്ടുള്ള സാധനം വാങ്ങിച്ചു വെക്കാം, അതാണ് ഇഷ്യൂ. അല്ലെങ്കിൽ ഒരു ഹാമ്പർ ഗേളിൽ, ഒരു ഹാമ്പർ ബോയിന് വെച്ചിട്ട് രണ്ടാളെ സെലക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം. നോക്കട്ടെ, ഇൻഷാല്ലാ സെറ്റ് ചെയ്യും. ലിപ്സ്റ്റിക്ക് നല്ല ഉണ്ട് കേട്ടോ. ഫ്ലോപ്പായില്ലേ, ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചിട്ട് കൊള്ളൂല്ലാണ്ടാക്കി അവിടെ വിഷമമില്ലേ. അപ്പോൾ ഹോപ്പ് യു ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ